നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 372nd day. Today 5th chapter 62nd ശ്ലോക. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 372-ാം ദിവസം. ഇന്ന് 5-ാമത്തെ അധ്യായത്തിലെ 62-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5-ാം അധ്യായത്തിലെ 62-ാമത്തെ ശ്ലോകം. തദീയരസ സമ്പുഷ്ടി കായേകാ നാമ നിത്യത സപ്താഹശ്രവണാലോകേ പ്രാപ്യതേ നികടേ ഹരി. തദീയരസ സമ്പുഷ്ടി കായേകാ നാമ നിത്യത സപ്താഹശ്രവണാലോകേ പ്രാപ്യതേ നികടേ ഹരി. ഇപ്രകാരമുള്ള ശരീരം, അന്നം കൊണ്ട് സമ്പുഷ്ടമായ ഈ ശരീരം എങ്ങനെയാണ് നിത്യമായി തീരുന്നത് എന്ന് ചോദിക്കുകയാണ്. ഈ ശരീരത്തെ സപ്താഹ ശ്രവണവും മറ്റും ചെയ്തിട്ട് ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരുവാനുള്ള മാർഗമായിട്ട് കരുതണം. അല്ലാതെ ഈ ശരീരമല്ല സർവത്രവും. നമ്മൾ ശരീരത്തിന് വേണ്ടിയാണ് നമ്മുടെ മുഴുവൻ സമയവും ഉപയോഗിക്കുന്നത്. വളരെ അല്പം സമയം മാത്രമേ ആ ആത്മാവിൻ്റെ ശ്രദ്ധയിലേക്ക് തിരിയുന്നുള്ളൂ. പക്ഷേ ഈ ശരീരമാണെങ്കിൽ നശ്വരമായ അന്നങ്ങൾ കൊണ്ട്, അതായത് രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം ചീത്തയാകുന്നത് പോലെയുള്ള അന്നം കൊണ്ട് സമ്പുഷ്ടമായതാണ്. അന്നം തന്നെ എത്ര വേഗം ചീത്തയാകുമ്പോൾ അതുകൊണ്ട് സമ്പുഷ്ടമായ ഈ ശരീരവും നിത്യമല്ല, വളരെ വേഗം നശിച്ചു പോകുന്നതാണ്. നശ്വരമായ ഈ ശരീരത്തിൽ ഉപയോഗിച്ചിട്ട് നാം ആ ഭഗവാനിൽ എത്തിച്ചേരുവാനുള്ള മാർഗം നോക്കണം. അതിനുള്ള മാർഗം ഈ സപ്താഹ ശ്രവണമാണ്. ഇങ്ങനെയുള്ള ഈ സപ്താഹ ശ്രവണം കേട്ടിട്ട് ആ ഭഗവാനിലേക്ക്, നിത്യമായ ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ ശ്രമിക്കണം. അത് അങ്ങനെയായാൽ നമുക്ക് ഭഗവാനോട് ചേരാൻ സാധിക്കും. ഭഗവാൻ നികടേ ഹരി, ഭഗവാന്റെ അടുത്ത്, ഹരിയുടെ അടുത്ത് എത്താൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി ഈ ശരീരം ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കണമെന്നാൽ ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരണ ചെയ്ത് സപ്താഹം മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആത്മാവിനെ ഉദ്ധരിക്കുന്നതായ കാര്യങ്ങൾ ചെയ്ത് ആത്മോദ്ധാരണം ചെയ്തിട്ട് നിൽക്കണം. അല്ലാതെ അന്നം കൊണ്ട് പുഷ്ടമാകുന്ന ഈ ശരീരമല്ല സർവത്രവും, ശരീരമല്ല നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഈ മഹാത്മ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ പറഞ്ഞാലാണോ നമ്മുടെ ഉള്ളിൽ അത് കിടക്കുക, അങ്ങനെയൊക്കെ മാറ്റിമറിച്ചും ഒരേ കാര്യം വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മളെ ഉദ്ധരിക്കുവാൻ വേണ്ടിയിട്ട്. ശ്ലോകം ഒരിക്കൽ കൂടി. തദീയരസ സമ്പുഷ്ടി കായേകാ നാമ നിത്യത സപ്താഹശ്രവണാലോകേ പ്രാപ്യതേ നികടേ ഹരി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം തത്സത്.